എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ തുണി മടക്കാനായിട്ട് ഇഷ്ടമാണോ? എനിക്ക് പക്ഷേ അലക്കാനൊക്കെ വലിയ കുഴപ്പമില്ല, അലക്കാനൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. പക്ഷേ തുണികൾ മടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ ആണുങ്ങളുടെയൊക്കെ ഷർട്ടുകളൊക്കെ. അപ്പോൾ ഈ ഷർട്ടുകളൊക്കെ മടക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിൽ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ ഞാനിന്ന് ഷർട്ടുകൾ മടക്കാനുള്ള ഒരു ബോർഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒരു കാർഡ് ബോർഡ് വേണം, പിന്നെ ഒരു സ്കെയില്, സെല്ലോ ടേപ്പ്, ഒരു മാർക്കർ പെൻ വേണമെന്നില്ല, ഒരു പെൻസിലായാലും മതി. പിന്നെ ഈ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു നൈഫ്. അപ്പോൾ ഇതുപോലത്തെ കാർഡ് ബോർഡ് കട്ട് ചെയ്യുന്ന നൈഫാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ കത്രികയായാലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ഷർട്ട് ഫോൾഡിംഗ് ബോർഡ് തയ്യാറാക്കാം. അപ്പോൾ ബോർഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. കാർഡ് ബോർഡ് അത്യാവശ്യം വലിപ്പമുള്ള കാർഡ് ബോർഡ് ആയിരിക്കണം. അപ്പോൾ കാർഡ് ബോർഡൊക്കെ എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവും. ഇപ്പോൾ മിക്കവരും ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ് ബോർഡുകൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഞാൻ ഷർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മടക്കി വെച്ച ഷർട്ട്, നമ്മൾ ഏത് രീതിയിലാണോ ഷർട്ട് മടക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ മടക്കി വെച്ച ഷർട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ ഷർട്ടിൻ്റെ വലിപ്പം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ബോർഡുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിവിടെ ഷർട്ടിൻ്റെ വലിപ്പം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവ് വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 പീസുകളാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരേ വലിപ്പത്തിലുള്ള 6 പീസുകൾ. അപ്പോൾ ഇങ്ങനത്തെ കാർഡ് ബോർഡ് പീസുകൾ നമുക്ക് വേണം. അപ്പോൾ 6 എണ്ണമാണ് നമുക്ക് ഷർട്ട് ഫോൾഡിംഗ് ബോർഡ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇതാ നമ്മുടെ ബോർഡുകളൊക്കെ ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 6 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിങ്ങനെ നിരത്തി വെച്ചു. എന്നിട്ട് ഇത് പരസ്പരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒട്ടിക്കേണ്ട, ചില ഭാഗങ്ങൾ, അതായത് നടുക്ക് കാണുന്ന ഭാഗം ഒട്ടിക്കണം, പിന്നെ 2 സൈഡും ഒട്ടിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ബോർഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ പോകുമ്പോൾ ഈ 2 ബോർഡുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കാരണം നമുക്ക് ഈ ബോർഡുകൾ മടക്കാനുള്ളതാണ്. അപ്പോൾ മടക്കാനായിട്ട് എപ്പോഴും ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് മടക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ബോർഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മാസ്കിംഗ് ടേപ്പോ സെല്ലോ ടേപ്പോ ഏതാണെങ്കിലും നല്ല ബലമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, വിട്ട് പോരാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഞാനിവിടെ ലെഫ്റ്റിലെ ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൈറ്റിലെ ബോർഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും, അതായത് നമ്മുടെ നടുക്കത്തെ ബോർഡിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ബോർഡുകൾ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ താഴെ പാർട്ടിലുള്ള ബോർഡ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ താഴെ നമ്മൾ 3 ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആ 3-ൽ മുകളിലത്തെ പാർട്ടുമായിട്ട് മാത്രം ഒന്ന് കണക്ട് ചെയ്താൽ മതി. അവ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ ഇതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബോർഡുകളൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാർഡ് ബോർഡ് പരസ്പരം ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഷർട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോർഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് ഷർട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ഏതാണെങ്കിലും അതിൻ്റെ കോളർ ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ടീഷർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കോളർ താഴെ വരുന്ന രീതിയിൽ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ബോർഡുകളൊന്ന് മടക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ടീഷർട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ കഴിയുന്ന ഒരു പരിപാടിയാണ്. ഒട്ടും സമയം നമുക്ക് ഷർട്ടൊന്ന് ഫോൾഡ് ചെയ്യാനായിട്ട് മുടക്കേണ്ട കാര്യമില്ല. കണ്ടോ, നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷർട്ട് ഫോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് നമ്മുടെ ഫുൾ കൈസ് ഉള്ള ഷർട്ടുകൾ മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫുൾ സ്ലീവ് ആണെങ്കിലും ഹാഫ് സ്ലീവ് ആണെങ്കിലും ഈ ബോർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുൾ സ്ലീവിൻ്റെ ഷർട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബോർഡ് വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം ആ ഷർട്ടിൻ്റെ സ്ലീവ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ മറ്റ് നമ്മുടെ ഹാഫ് സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ സ്ലീവ് ആകുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് മടക്കി കൊടുക്കണം, സ്ലീവിൻ്റെ ആ പാർട്ട്. അതിനുശേഷം നമുക്ക് ബോർഡ് വെച്ചിട്ട് ഇതുപോലെ മടക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഷർട്ട് ഫോൾഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷർട്ട് ഫോൾഡിങ്ങിൻ്റെ ബോർഡ് നമുക്ക് എടുത്ത് മടക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് മടക്കി സൂക്ഷിക്കാനായിട്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതൊരു ബുക്ക് പോലെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാം.
ഒട്ടും സ്ഥലമൊന്നും ഇത് കളയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള തുണി മടക്കാനുള്ള ജോലികൾ, ഇപ്പം ഇങ്ങനത്തെ ഷർട്ടൊക്കെ മടക്കാനുള്ള ജോലികളൊക്കെ അവരെ ഇങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഇത് ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ കളർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.